Hello everyone. Welcome to our channel Spicy and Pastry. ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ളോഗാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്നാർ പോയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം മൂന്നാർ പോകുമ്പോഴത്തേക്കും കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ മൂന്നാർ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ഥിരം പോകുന്ന പ്ലേസസ് അല്ലാതെ നമുക്ക് വേറെ പ്ലേസസ് മാറ്റിപ്പിടിക്കാം. ഇത് നമ്മൾ ഫ്ലോറ ആൻഡ് ഫോണ ഇക്കോ പാർക്കിൽ കയറിയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇത് മൂന്നാർ പോകുന്ന വഴിക്ക് നമ്മൾ കയറിയതാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ എണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. നല്ലൊരു സ്പോട്ടാണ്, കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓൺ ദി വേ ആദ്യം ഇത് കവർ ചെയ്തിട്ടാണ് പിന്നെ മൂന്നാറിലേക്ക് പോയി. അപ്പോൾ അവിടെ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഇപ്പോൾ പേര് പോലെ തന്നെ വൈറ്റ് ഹൗസ്, മൊത്തത്തിലെ ഒരു വൈറ്റ് മയമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഇനി നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യുവാണ്. അപ്പം നമ്മൾ ഒരു 3:34 അടുത്തായി ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും. അന്നത്തെ ദിവസം പിന്നെ നമ്മൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല, കാരണം അന്ന് മഴ പെയ്തിരുന്നു. സോ അത് കാരണം അവിടെ ഹോട്ടലിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തു. ഒരു ഗെയിം സോൺ ഉണ്ടായിരുന്നു, അപ്പോൾ കുട്ടികളെ കൂട്ടി അങ്ങോട്ടൊക്കെ പോയി. പിന്നെ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, എന്നിട്ടും കൂടി അവർക്കൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ തണുത്ത വെള്ളത്തിലോട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇതവിടുന്ന് സൺസെറ്റിൻ്റെ വ്യൂ ആണ്. പിന്നെ സെക്കൻഡ് ഡേ വീണ്ടും പിള്ളേർ രാവിലെ തന്നെ ആയപ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലത്താണ് വന്ന് ഇന്ദ്രിയ അഡ്വെഞ്ചർ പാർക്കാണ് ഇത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് സ്കൈ സൈക്ലിങ്ങും ഇങ്ങനത്തെ അഡ്വെഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ സിപ്പ് ലൈനും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഈ സ്ഥലമൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജസ് സെറ്റപ്പും ഉണ്ടായിരുന്നു. അതിനുശേഷം ബോട്ടിംഗ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു കാണുന്ന സ്പേസിൽ മാത്രം കുറച്ച് നേരം ബോട്ടിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഇതുപോലെ കുറച്ച് റോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു അഡ്വെഞ്ചർ പോലൊക്കെ തോന്നിച്ചു. ഇതൊരു കേവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നടന്ന് പോവുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. കേവിൻ്റെ ഉള്ളിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അവരിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർ നൈറ്റ് 2000 സംതിങ് ആണ് കോസ്റ്റ് വരുന്നത്. അപ്പം ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെ ഒരു പാത്തുണ്ട്. ഒരു 300 മീറ്ററോളം നമുക്ക് ആ കേവിൽ കൂടെ ട്രാവൽ ചെയ്യാം. എന്നിട്ട് നേരത്തെ കാണിച്ച ഒരു ഭാഗമുണ്ടല്ലോ കേവിൻ്റെ, അവിടെ കൂടെയാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ നമുക്ക് ചെറിയൊരു അഡ്വെഞ്ചർ ഫീലിംഗ് ഒക്കെ തോന്നിച്ചിരുന്നു. കേവിൽ കൂടെ പോകുന്നതിൻ്റെ അതിൻ്റെ വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തലകുത്തി മറിഞ്ഞ് വീഴൂ എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ ടോർച്ച് ലൈറ്റും ഒക്കെ വേണം നമുക്ക് ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ.
ആ അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഡ്രൈവിന് പോവാണ്. ഇപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഹൈഡൽ പാർക്കിലാണ് പോകാൻ ഇരുന്നത്. പക്ഷേ ഉച്ച നേരമായിരുന്നു. അപ്പം വെയിലൊക്കെ ആകുമ്പോൾ പാർക്കിൽ പോയാലും വലിയ കളിക്കാനോ ഒന്നും പറ്റത്തില്ല, കുട്ടികൾക്ക് നല്ല വെയിലല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഒരു ഡ്രൈവിന് പോകാമെന്ന്. അപ്പം മറയൂർ റൂട്ടാണ് എടുത്തത്. നല്ല വ്യൂ ആയിരുന്നു. ചില വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ മറയൂർ വരെ എത്തണമെന്നില്ല, പക്ഷേ അതിന് മുമ്പ് തന്നെ നല്ല ഇതുപോലത്തെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു ടീ ഫാക്ടറിയൊക്കെ കണ്ടു. ടീ ഫാക്ടറിയിൽ ഞങ്ങൾ കയറിയൊന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ചും ട്രീസ് കണ്ടു. അതിങ്ങനെ ഒരു വയലറ്റ് ഫ്ലവേഴ്സ് ആയിരുന്നു, ഫുൾ നിറഞ്ഞ് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ശരിക്കും കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഏരിയ ഫുൾ ഒരു പർപ്പിൾ ഷെയ്ഡ് ഫ്ലവേഴ്സ് ആയിരുന്നു. പിന്നെ കുറേ ഡ്രൈവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നി. അപ്പോൾ ചായ ബ്രേക്കെന്നും പറഞ്ഞുകൊണ്ട് റിപ്പിൾസിൻ്റെ ഷോപ്പുണ്ട്. അപ്പം അവിടെ കയറി നമുക്ക് ഷോപ്പിങ്ങിന് വേണേൽ ഷോപ്പിംഗ് ചെയ്യാമായിരുന്നു. പലതരം ടീ പൗഡേഴ്സ് അവൈലബിൾ ആണ്, പല ഫ്ലേവേഴ്സിലുള്ളതും. അങ്ങനെ ഇത് അവിടെ നിന്നുള്ള വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും കുറേ ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ വെറൈറ്റീസൊക്കെ ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് ഡ്രൈവിന് പോകുമായിരുന്നു. ഹൈഡൽ പാർക്കിലേക്കായിരുന്നു ഡെസ്റ്റിനേഷൻ. സോ ഈവനിങ് ടൈമായി അപ്പോഴേക്കും ഡ്രൈവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ വ്യൂ പോയിൻറ്റ്സ് കാണുമ്പോൾ അവിടെ നിർത്തി വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നമ്മൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹൈഡൽ പാർക്കിലെത്തി. പക്ഷേ ആ നേരം കൊണ്ട് മഴയൊക്കെ ചാറി കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പിള്ളേർക്ക് പാർക്കിൽ കളിക്കാനോ ഒന്നുമില്ല, ചെളിയും ഇതുമൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ലൈറ്റ്സും കണ്ട് എല്ലാം നടന്നൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് പോന്നു. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിലും ഒന്നും കയറി കളിക്കാനും ഒന്നും പറ്റിയില്ല. താഴെ ഈ കാണുന്ന പോലെ മഴ പെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു അക്വേറിയം ഷോ, ഇത് സ്ഥിരം ഉള്ളതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പോയപ്പോഴും കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് പാർക്കിലോ കളിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇതെങ്കിലും കാണാമല്ലോ എന്ന് വെച്ചിട്ട് കയറി അതിലും. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് അക്വേറിയമിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എക്സിറ്റ് ആവുന്ന വഴിയിൽ വേണേൽ ഫിഷ് സ്പാ ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടി ആ ഏരിയയും ഉണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ കറക്കം മതിയാക്കി തിരിച്ച് റൂമിലേക്ക് പോയി.
നെക്സ്റ്റ് ഡേ രാവിലെ എലിഫൻറ്റ് ക്യാമ്പിലാണ് പോയത്. അവിടെ പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾ എലിഫൻറ്റ് റൈഡിനൊന്നും നിന്നൊന്നുമില്ല, ഒന്ന് കണ്ടിട്ട് ഇങ്ങ് പോന്നു. ഇന്ന് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ റൂട്ടാണ് കവർ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി ഡാം, അവിടെ ബോട്ടിങ് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഏരിയ കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്കും ഷോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് കയറി. ഇത് എക്കോ പോയിൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു, പക്ഷേ കയറാൻ പറ്റിയില്ലായിരുന്നു. അത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ഒരു ടവറൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ അത്രയൊക്കെ ഒന്നും ഇല്ല, പക്ഷേ പോകുന്ന റൂട്ടിലുള്ള വ്യൂ അടിപൊളിയാണ്. ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ടോപ്പ് സ്റ്റേഷനിലോട്ട് വിടുവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ 3rd ടൈം ടോപ്പ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് എനിക്കും കുട്ടികൾക്കും ഇങ്ങനെ ഇവിടം വരെ നടക്കാൻ പറ്റിയത്. ആദ്യത്തെ ട്രിപ്പൊക്കെ ഭയങ്കര മഴ പെയ്ത ടൈമായിരുന്നു, അപ്പോൾ ഭയങ്കര തണുപ്പ് കാരണം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. സെക്കൻഡ് ടൈമും ഭയങ്കര തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ 3rd ടൈമാണ് നമ്മൾ ടവർ വരെ എത്തിയത്. ഇവിടെ ടിക്കറ്റിന് നമ്മൾ പൈസ തന്നെ കൊടുക്കണം, GPay ഒന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കയ്യിൽ പൈസ എടുത്തിട്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ ടവറിൽ കയറാൻ പറ്റിയില്ല. അവിടം വരെ പോയിട്ട് തിരിച്ചു വന്നു. പിള്ളേർക്ക് അപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറണമെന്നും പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ബോട്ടിംഗ് ഏരിയയിൽ കയറി. ടോപ്പ് സ്റ്റേഷൻ, അതായത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നേരത്തെ കണ്ടുവച്ചിരുന്നത്. പിന്നെ സ്പീഡ് ബോട്ടിങ്ങും ഒക്കെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അന്നത്തെ ദിവസം ഇത്രയും പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും നേരം സന്ധ്യയായി. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വിട്ടു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് ഒരു വ്യൂ പോയിൻറ്റും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം വഴിയൊക്കെ ഭയങ്കര ഹെയർ പിൻ കർവ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അധികം തിരക്കൊന്നുമില്ല, പക്ഷേ നല്ല പൊക്കവും ഒരു മല കയറുന്ന വഴിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇങ്ങനൊരു നല്ലൊരു റോഡിലേക്ക് കയറി. അപ്പോൾ ഇത്രയും വഴിയൊക്കെ കവർ ചെയ്ത് നമ്മൾ വന്ന് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. ആനയിഴങ്ങൽ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. നല്ല ലൊക്കേഷനായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഈ വ്യൂ പോയിൻറ്റും കവർ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ സ്ഥലങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇതൊക്കെ കവർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.